മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞിരുന്നു. അതിൻ്റെ മലയാളം കിട്ടിയാൽ കൊള്ളാം എന്ന് കുറേ പേര് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് 20 ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഒന്ന്, ആചാരങ്ങളുടെ ഉദ്ദേശം എന്ത്? ആചാരാത് ലഭതേ ഹ്യായു ആചാരാത് ധനമക്ഷയം ആചാരാത് ലഭതേ സുപ്രജ ആചാരോ ഹന്ത്യലക്ഷണം. ആയുരാരോഗ്യ സൗഖ്യത്തിനും നല്ല സാമൂഹിക ബന്ധത്തിനും സമ്പൽ സമൃദ്ധമായൊരു ജീവിതത്തിനും നല്ല ഒരു വ്യക്തിത്വത്തിനും വേണ്ടിയാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആചാരങ്ങൾ മുഴുവനും മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം ഇവയ്ക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആത്മീയതയും കൂടി അതിൽ ചേർക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ധാരാളം വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ അത് ചെയ്യും, ഞാൻ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും, ഇപ്പോൾ വിദേശത്താണ്. പിന്നെ ചിലർ പറയാറുണ്ട്, കുറച്ച് കാശ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാടിന് വേണ്ടി പ്രവർത്തിക്കണം. ഇതൊന്നും നടക്കാൻ പോണില്ല. ഇതൊക്കെ വെറുതെ ക്ലെയിമാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാൽ ഞാൻ വിഷയം തന്നെ മാറ്റും. ഇതൊക്കെ വെറുതെ ഒരു ബൂസ്റ്റിംഗ് ആണ്. ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻ്റർനെറ്റ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, നമ്മുടെ നാട്ടിലെ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ, പൈതൃക വിഷയങ്ങൾ ഇൻ്റർനെറ്റിൽ ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്, ഗൂഗിൾ സെർച്ചിലൂടെയൊക്കെ. അത് പഠിക്കാൻ താല്പര്യമുള്ളവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ പഠിപ്പിക്കുക. ഇവരുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ധാരാളം കാര്യം ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ധാരാളം പേർക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് വേദത്തിൻ്റെ ക്ലാസ്സും സ്പീച്ചും ഒക്കെ എടുക്കാറുണ്ട്. ഇവിടെ നിന്ന് ലാൻഡ് ഫോണിൽ അവിടെ വിളിക്കും. അവിടെ ഉള്ളവർ മൊബൈൽ ഫോൺ സ്പീക്കറിലിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട്, ബ്ലൂടൂത്തിന് നല്ല 100-500 രൂപയുടെ എക്യുപ്മെന്റ് അവൈലബിൾ ആണ്. ഒരു ക്ലാസ് മുറിയിൽ 10, 100, 125 പേരുണ്ടെങ്കിൽ ഈ ബ്ലൂടൂത്ത് കൊണ്ട് ഭംഗിയായിട്ട് ലെക്ചർ നടത്താൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തേക്കും ക്ലാസ് നടത്തുന്നുണ്ട്. ഇന്നലെ 2-3 ക്ലാസ് നടത്തിയിരുന്നു. ഇന്നും അതേപോലെ ക്ലാസ് ഉണ്ട്. നമുക്ക് ഇതുമാതിരിയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബഹ്റൈനിൽ പോയിട്ട് ക്ലാസ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ നിന്ന് ലാൻഡ് ഫോണിൽ അങ്ങോട്ട് വിളിച്ച് അവരത് സ്പീക്കറിലിട്ടാലും വേദം പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. റിട്ടയർ ആയതിനു ശേഷം ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കാം. നൂറുകണക്കിന് ഇന്ത്യക്കാര് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഭാരതത്തിലേക്ക് വരാൻ പോകുന്നു. എന്ത് ചെയ്യണം? ഒന്ന് ഓർമ്മിക്കാം, ഇംഗ്ലീഷുകാരെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയച്ചു, ഫ്രഞ്ചുകാരെ പറഞ്ഞയച്ചു, ഡച്ചുകാരെ പറഞ്ഞയച്ചു, പോർച്ചുഗീസുകാരെ പറഞ്ഞയച്ചു. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിദേശികളെ പറഞ്ഞയക്കൽ സ്വാഭാവികമാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തു ചെയ്തില്ല എന്നല്ല, അന്ത്യത്തിൽ ആ നാട്ടുകാർ തന്നെയായിരിക്കും ആ നാട്ടിലുണ്ടാവുക. നിങ്ങൾക്കും അവിടെ നിന്ന് പോകേണ്ടി വരും. നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ കേരളത്തിൽ വേണമെന്ന് ഞാൻ പറയണില്ല, ഭാരതത്തിലെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രികളോ മറ്റു രീതിയിലുള്ള സംവിധാനങ്ങളോ ചെയ്തിട്ട് ഒരു ദിവസം 1000 രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സമ്പാദനാ മാർഗം നിങ്ങൾ ഉണ്ടാക്കുക. ഭാരതമാണ് നിങ്ങൾക്ക് എന്നും, നിങ്ങൾ ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, ഈ ഭാരതത്തിലെ ക്രിസ്ത്യാനികളിൽ ആരും തന്നെ യെരുശലേമിൽ നിന്ന് വന്നവരല്ല, ഒരു മുസ്ലിമും സൗദി അറേബ്യയിൽ നിന്ന് വന്നവരല്ല. നിങ്ങൾക്ക് ലോകത്തിലെ എന്ത് പ്രശ്നം ഉണ്ടായാലും സൗദി അറേബ്യക്കാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, യെരുശലേംകാരും അമേരിക്കക്കാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഭാരതത്തിലെ BJP സർക്കാർ തന്നെയാണ് നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സർക്കാർ തന്നെയാണ് നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുക, ജീവിക്കുക, ഈ നാട്ടുകാർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടുത്തൊരു ചോദ്യം, ഭാരതീയർക്ക് എന്തുകൊണ്ട് ദേശസ്നേഹമില്ല? സത്യമാണ് ആ ചോദ്യം. ഭാരതീയർക്ക് ദേശസ്നേഹം ഇല്ലാതിരിക്കാൻ കാരണം ക്രിസ്ത്യാനികൾ മുഴുവനും മതത്തിൽ കോൺസെൻട്രേറ്റഡാണ്. ഫസ്റ്റ് ഐ ആം എ ക്രിസ്ത്യൻ, സെക്കൻഡ് ഐ ആം എ ക്രിസ്ത്യൻ, തേർഡ് ഐ ആം ആൻ ഇന്ത്യൻ. മുസ്ലിങ്ങൾ ഫസ്റ്റ് ഐ ആം എ മുസ്ലിം, സെക്കൻഡ് ഐ ആം എ മുസ്ലിം, തേർഡ് ഐ ആം എ മുസ്ലിം. അവർ ഇന്ത്യക്കാരാണെന്ന ഫീലിംഗേ ഇല്ല. ഇത് അവർക്ക് ഇതൊരു വാടക വീട് മാതിരിയാണ്. അവരെ രണ്ടുപേരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട് കഴിഞ്ഞ 65 വർഷം ഭരിച്ചവര് ഭാരതത്തിനെതിരെ പറയുന്നതാണ് സെക്യുലറിസം. ഭാരതീയ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും
എതിരെ പറയുന്നതാണ് സെക്കുലറിസവും തിങ്കിങ്ങും ബുദ്ധിയും വിവേകവും യുക്തിയും പുരോഗമനവും എന്നെല്ലാം ധരിപ്പിച്ച് സ്വന്തം അമ്മയെ ചാരിത്രമില്ലാത്തവൾ എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി കാണാനും സ്വന്തം രാഷ്ട്രത്തെ അവഹേളിക്കുന്നത് പുരോഗമനം എന്ന് ധരിപ്പിക്കാനും പാകത്തിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരു വിഭാഗമെങ്കിലും പ്രവർത്തിച്ചതിന്റെ പരിണത ഫലമാണ് ഇവിടെ ദേശസ്നേഹമില്ലാതെ പോയത്. ഏകീകൃത സിവിൽ കോഡ് എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഇന്നിവിടുത്തെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ നാടിനെ നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഈ സംസ്കാരത്തെ അധിക്ഷേപിക്കാനും കൺവെർട്ട് ചെയ്യാനും. ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ പല ഇന്നത്തെ ബെനിഫിറ്റുകളും ഇല്ലാതെയാവും. അവർക്ക് ഇഷ്ടമാതിരി കല്യാണം കഴിക്കാനും ഡൈവോഴ്സ് ചെയ്യാനും അവരുടെ സ്വത്തുക്കൾ മക്കൾക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ഏതിനും വേണമെങ്കിലുള്ള സൗകര്യം കിട്ടും. സൗകര്യം ഇപ്പോൾ ഉണ്ട്, അതില്ലാതെയാകും ഏകീകൃത സിവിൽ കോഡ് വരികയാണെങ്കിൽ. അതുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് ഇഷ്ടം മാതിരി ഇവരിൽ നിന്ന് പൈസ കിട്ടുന്നത് കൊണ്ട് അവരെന്നും ഇന്ത്യക്കും ഇന്ത്യൻ സംസ്കാരത്തിനും ഹിന്ദുക്കൾക്കും എതിരായി തന്നെ ഹിന്ദു പത്രങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നത്. ഭാരതത്തിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ ആരാണ് സൃഷ്ടിച്ചത്? ഒറ്റ വരിയിൽ ഉത്തരം പറയാം. ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരും. അവര് ലോക നേതാക്കന്മാരാവാൻ ശ്രമിച്ചു, ഭാരതത്തിലെ നേതാക്കന്മാരാവാൻ ശ്രമിച്ചില്ല. അവർക്ക് ഇലക്ഷന് ജയിക്കാനും അവരുടെ അധികാരത്തിനും വേണ്ടി ഒരാള് അദ്ദേഹത്തിന്റെ മകളെ പ്രധാനമന്ത്രിയാക്കി, മകനെ പ്രധാനമന്ത്രിയാക്കി. മകൻ ഇടയ്ക്ക് മരിച്ചതുകൊണ്ട് മരുമകളായില്ല. നാട്ടുകാരായ ആളെ കുറെ കോൺഗ്രസ്സുകാര് ഇറ്റലിക്കാരിയെ പ്രധാനമന്ത്രിയാക്കാനും മന്ദബുദ്ധിയായ മകനെ അല്ലെങ്കിൽ കാണാൻ തരക്കേടില്ല എന്നുള്ള പേരിൽ മാത്രം ഒരു സ്ത്രീയെ പ്രധാനമന്ത്രി പദത്തിലേക്കും മുഖ്യമന്ത്രി പദത്തിലേക്കും കൊണ്ടുവരുന്ന ആ കുടുംബത്തിലെ ആൾക്കാരാണ് ഭാരതത്തിൽ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഭാരതീയര് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഭാരതീയര് എന്നുള്ള രീതിയിലല്ല, വേറൊരുവൻ സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കിയാൽ അറിയാം. പത്രമാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന വാക്കുകൾ മാത്രമേ പത്രമാധ്യമങ്ങളിൽ കാണുള്ളൂ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം, നമ്മുടെ സംസ്കാരം എന്ന ഫീലിംഗ് ഇല്ല. അമേരിക്കക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്ന മാതിരിയാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ ഇന്ത്യക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഒരു രാജ്യത്തിലും ആ രാജ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ പത്രസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവിടുത്തെ പത്രക്കാരെ എഴുതില്ല. പത്രസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ഒരു രാജ്യത്തിലെയും പത്രക്കാരെ എഴുതില്ല. ഭാരതത്തിൽ മാത്രമാണ് നമ്മുടെ ഭരിക്കുന്നവരെയും ഭാരതത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഇവിടുത്തെ ജനതയെയും അവഹേളിക്കുന്ന വിധത്തില് മാറി നിന്ന് പുറത്തുള്ള രാജ്യക്കാർ ചെയ്യുന്നത് പോലെ വാർത്തകൾ കൊടുക്കുന്നത്. അത് ബുദ്ധിയുടെയും യുക്തിയുടെയും ശാസ്ത്രചിന്തയുടെയും ഭാഗമാണെന്നും അതാണ് ജേർണലിസം എന്നും അതാണ് ഇംപാർഷ്യാലിറ്റി എന്നും ധരിപ്പിക്കത്തക്ക വിധത്തില് അവനവനെ അവഹേളിക്കുകയും സംസ്കാരത്തെയും രാഷ്ട്രത്തെയും അവഹേളിക്കുകയും ചെയ്യുന്ന കുറെ പേര് ഇന്ത്യയിലുള്ളതാണ് ഭാരതത്തിന്റെ ശാപം. പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളില് അവരെ സൃഷ്ടിച്ചതാവട്ടെ ബുദ്ധിജീവികള്, യുക്തിവാദികള്, കമ്മ്യൂണിസ്റ്റുകാര് എന്ന് പറയുന്ന വിഭാഗവും. എന്തുകൊണ്ട് ഹിന്ദു ധർമ്മം കുട്ടികളെ പഠിപ്പിക്കുന്നില്ല? അവരവര് പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ മക്കളെ പഠിപ്പിക്കുക? ഈ ഹിന്ദുധർമ്മം പഠിക്കുന്നത് പിന്തിരിപ്പൻ എന്നും മതമൗലികവാദമെന്നും തനി തീവ്രവാദവും ഇസ്ലാമും പഠിപ്പിക്കുന്നത് മതേതരത്വമാണെന്നും ക്രിസ്ത്യാനിറ്റിയും ബൈബിളും പള്ളിയിൽ പഠിപ്പിക്കുന്നത് മതേതരത്വവും അവർക്കതിന് സൗകര്യമുണ്ട്. ഹിന്ദുക്കൾ ഇത് പഠിപ്പിക്കാനും പാടില്ല. ഹിന്ദുക്കൾ ഇത് പഠിപ്പിച്ചാൽ മതമൗലികവാദമാവും, അവൻ RSS ആവും, അത് കാവ്യവൽക്കരണമാവും. സ്വന്തം നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനെ അവഹേളിക്കുന്ന ഒരേ ഒരു വിഭാഗം ജനത ഭാരതത്തിനകത്താണുള്ളത്. അത് ഹിന്ദുക്കളും പിന്തുടരുന്നത് കൊണ്ട് അവരുടെ മക്കളെ അവര് പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ ഹിന്ദുക്കള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നത്? ശരിക്ക് കമ്മ്യൂണിസം വളർന്നത് തന്നെ EM ശങ്കരൻ നമ്പൂതിരി പാടുന്ന സവർണ നമ്പൂതിരിയെ കൊണ്ടാണ്. ഒരു നമ്പൂതിരി നമ്മളെ സഹായിക്കാൻ വന്നു. ആ നമ്പൂതിരി എങ്ങനെയാണ് കണ്ണൂരും കോഴിക്കോടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതറിയോ? ശബരിമല ധർമ്മശാസ്താവിന് ചൂടിയ ചുവന്ന തുണി അവരെ കാണിച്ച് ഇത് ശാസ്താവിന് മൂടിയ തുണിയാണ്, അതിന്റെ നിറം ചുമപ്പാണ്, ആ കൊടിയാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞു പറ്റിച്ചാണ് ഈ ഇന്നസെന്റ് ആയിട്ടുള്ള ഈ കണ്ണൂരിലെയും കാസർഗോഡിലെയും കോഴിക്കോടെയും ഹിന്ദുക്കളെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ എന്നും ക്രിസ്തു മതമുണ്ട്, മുസ്ലിങ്ങളുടെ മനസ്സിൽ എന്നും ഇസ്ലാം മതമുണ്ട്, ഹിന്ദുക്കളുടെ മനസ്സിൽ ഒന്നുമില്ല. ആ ശൂന്യതയിലേക്ക് നമ്പൂതിരിയിലൂടെ ഈ കമ്മ്യൂണിസം ഇറക്കി വെക്കാൻ അവർക്ക് സാധിച്ചത് കൊണ്ടാണ് കൂടുതൽ ഹിന്ദുക്കള് ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാൽ അത് ഈ തീവ്രവാദികളെ പോലെയാ, ചാവാനും കൊല്ലാനും ഒക്കെ റെഡിയായിട്ട് മുഹമ്മദ് നബിയുടെ പേരിലും പ്രവാചകന്റെ പേരിലും പോകുന്നത് പോലെ. അതുപോലെ തന്നെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ അയാളെ പൂജിക്കുന്ന ആൾക്കാരൊക്കെ 40,000 ഹിന്ദുക്കളെയാ കൊന്നിട്ട്, മതപരിവർത്തനത്തിന് വിസമ്മതിച്ചവരെ കൊന്നിട്ടാണ് അയാളെ പുണ്യവാളനാക്കിയത്. ഒരിക്കലും അവരുടെയൊക്കെ അന്ധമായിട്ടുള്ള വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ജീവിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് തന്നെയാണ് ഹിന്ദുക്കളായ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ എളുപ്പത്തിൽ മതം മാറുന്നത്? മനസ്സിനകത്ത് അവരുടെ പൈതൃകത്തെ അവഹേളിക്കുകയും ഇവിടെ ഭരിക്കുന്ന കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഇടതും വലതും മറ്റെല്ലാ പക്ഷക്കാരും അസാധാരണമായ സപ്പോർട്ട് മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുകയും ചെയ്ത് ഹിന്ദു ധർമ്മത്തെ RSSകാരുടെയും BJPക്കാരുടെയും തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി ആ ഹിന്ദു ധർമ്മത്തിൽ മുഴുവനും RSS ആണെന്ന് വരുത്തി തീർത്ത് അങ്ങനെ ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ചപ്പോൾ സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ആര് പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവർ വിചാരിച്ചു പുരോഗമനവാദികളുടെ പുറകെ പോവാണ് നല്ലത്. അപ്പൊ പുരോഗമനവാദികളും മറ്റുള്ളവരും ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവര് അങ്ങോട്ട് ചെന്ന് യേശു ക്രിസ്തു സർവരക്ഷകൻ, കുറെ പൈസ കൊടുക്കും, കുറെ പറ്റിക്കല്, കുറെ ചതി, കുറെ വഞ്ചന, ജോലി കൊടുക്കല്, കല്യാണത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കല്, വീട് വെക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കല്, ഇങ്ങനെയുള്ള യേശു ക്രിസ്തുവിലുള്ള മഹത്വം കൊണ്ടൊന്നും അല്ല പോയത്. അന്ധമായിട്ട് ഭയപ്പെടുത്തലോ അല്ലെങ്കിൽ സഹായം കൊടുക്കലോ രീതിയിലാണ് ഹിന്ദുക്കള് ഇതിന്റെ പുറകെ പോയത്. എന്തുകൊണ്ടാണ് ബൈബിള് സയന്റിഫിക് അല്ല എന്ന് പറയുന്നത്? ആ ജനസിസ് എന്ന് പറയുന്ന ഉൽപ്പത്തി എന്ന ഭാഗം മാത്രം വായിച്ചാൽ മനസ്സിലാക്കാം ബൈബിൾ 100% ഫ്രോഡും നോൺ സയന്റിഫിക്കും ആണെന്ന്. ഒരു ദിവസം സുപ്രഭാതത്തിൽ പ്രകാശം ഉണ്ടായി, ഇരുട്ടുണ്ടായി, സമുദ്രം ഉണ്ടായി, വെള്ളം ഉണ്ടായി, ഭൂമി ഉണ്ടായി, ആദത്തിനെ ഉണ്ടാക്കി, വാരിയെല്ലുകൊണ്ട് അവയെ ഉണ്ടാക്കി, ജ്ഞാനക്കനി തിന്നു, അവർക്ക് കുട്ടികളുണ്ടായി. ആ ആദിപാപം ഇല്ലാതെയാക്കാനാണ് യേശു ക്രിസ്തുവിനെ ദൈവം കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കിയിട്ട് കുരിശിലേറ്റിയത്. ഇത്രയും വക്രവും വികൃതവും പ്രാകൃതവുമായിട്ടുള്ള ഒരു കഥ, കെട്ടുകഥ, അത് പ്രചരിപ്പിക്കുന്നത് ബൈബിളിലൂടെയാണെങ്കിൽ അതെങ്ങനെ സയന്റിഫിക് ആവുക? ഇനിയുണ്ട കുറെ കാര്യം. യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാം, യേശു ക്രിസ്തുവിന്റെ ചോര വീഞ്ഞായിട്ട് കുടിക്കുക, യേശു ക്രിസ്തുവിന്റെ ശരീരം അപ്പായിട്ട് തിന്നുക, ആ യേശു ക്രിസ്തുവിനെ കുരിശി തന്നെ ആണിയടിച്ച മാതിരി ഇരുത്തുക, എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് എന്ന് പറയാ, എന്റെ പാപം നിന്റെ തലയിൽ കെട്ടിവെക്കണം എന്ന്. അങ്ങേരെ രക്ഷിക്കാൻ പോലും യഹോവയ്ക്ക് സാധിച്ചില്ല, ദൈവപുത്രനെ രക്ഷിക്കാൻ ദൈവത്തിന് തന്നെ സാധിച്ചില്ല. അതാ ഇപ്പോഴും കുരിശി കിടക്കുന്നത്. ഇതൊക്കെ ഏത് മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതുകൊണ്ട് അമേരിക്കക്കാരും കാനഡക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്പുകാരും ബൈബിൾ എന്ന് പറഞ്ഞാൽ അവർ കത്തിക്കും. അത്ര അറപ്പാണ് അവർക്ക് ബൈബിളിനെ കണ്ടാലും പള്ളിയിലച്ചന്മാരെ കണ്ടാലും. ഇങ്ങനെയാണ് ഭാരതീയ സംസ്കാരം മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഒരു വഴിയേ ഉള്ളൂ. ധാരാളം സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലരും. അത് പഠിച്ച് മക്കളെ സാവധാനത്തിൽ പഠിപ്പിക്കുക. എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറിൽ അഭിമാനം ഉണ്ടാക്കുക? ആദ്യം എന്താണ് കൾച്ചർ എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ അഭിമാനിക്കാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം, എന്നിട്ട് മുമ്പോട്ട് പോവാം. എന്തുകൊണ്ടാണ് ഹിന്ദുക്കള് മനുഷ്യ ദൈവന്മാരെ, ആൾ ദൈവങ്ങളെ പൂജിക്കുന്നത്? ഒരു മനുഷ്യന് ഗുരുവായി മാറാമെങ്കിൽ മനുഷ്യനിലുള്ള ബലഹീനതയും തിന്മകളും കുറച്ച് അവർക്ക് മാനവരാശിക്ക് നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരാണ് കാണപ്പെട്ട ദൈവം. അതുകൊണ്ടാണ് നല്ല ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ ശങ്കരാചാര്യര്, ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത് അവര് ഇമാജിനറി ദൈവങ്ങളെ പോലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോ അല്ലെങ്കിൽ ഗണപതിയോ സുബ്രഹ്മണ്യനോ അങ്ങനെയല്ല, മറിച്ച് മാനവരാശിക്ക് നന്മ പകരുന്ന അവതാരങ്ങളാണ് അവര്. അങ്ങനെയാണ് അവര് ആദരിക്കപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും. നമുക്കും അത് സാധിക്കും. വിവേകാനന്ദനെ പൂജിക്കുന്നവരുണ്ട്, ശങ്കരാചാര്യനെ പൂജിക്കുന്നവരുണ്ട്, രമണ മഹർഷിയെ പൂജിക്കുന്നവരുണ്ട്. യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നില്ലേ? അങ്ങേരുടെ അച്ഛൻ ദൈവമാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഒരു യഹോവയ്ക്കും ഒരു കന്യാസ്ത്രീയിലോ ഒരു സ്ത്രീയിലോ ഗർഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
അദ്ദേഹം ഒരു മനുഷ്യന്റെ പുത്രൻ തന്നെയായിരുന്നു. അപ്പോ അവരെ പൂജിക്കുന്നില്ലേ? 600ഓളം സെയിന്റുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. 120 വേറൊരു പുസ്തകത്തിൽ വായിച്ചു. ഇവരൊക്കെ മനുഷ്യരായിരുന്നില്ലേ? പാപികളെ പാപികളെ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ വിളിച്ചിട്ട് പിന്നീട് പുണ്യവാളന്മാരാക്കിയതാണ് അവർ. ഇപ്പൊ മനുഷ്യനെ ആരാധിക്കുന്നത് എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ, ശ്രീബുദ്ധൻ മനുഷ്യനായിരുന്നില്ലേ? ജൈനൻ മനുഷ്യനായിരുന്നില്ലേ? ഗുരു ഗ്രന്ഥ സാഹിബ് എഴുതിയ ഗുരുനാനാക്ക് മനുഷ്യനായിരുന്നില്ലേ? അവരെയൊക്കെ നമ്മൾ ഗുരുക്കന്മാരും ദൈവ അവതാരങ്ങളുമായിട്ട് പൂജിക്കാറില്ലേ? വാട്ട് ഷുഡ് ഐ ഡു ഫോർ ഇന്ത്യ? ഞാൻ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യണം? അത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ബാക്കിയുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കല്ലേ. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. ഒന്ന് മാത്രം ഓർമ്മിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ലോകത്തിലെ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾക്കും 24 മണിക്കൂറുണ്ട്. അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും അതിലേക്ക് പോകുന്നതിന് വഴിക്കും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും രാത്രിയും പകലും ഞായറാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ഒക്കെ എല്ലാവർക്കും സമയമുണ്ട്. വെറുതെ ഇരിക്കണം എന്ന് ധരിച്ചിട്ട് സമയമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന, ചതി. എൻ്റെ മക്കൾക്ക് ഇന്ത്യൻ സംസ്കാരം പഠിപ്പിക്കണമെന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? ക്രിസ്ത്യാനികള് പള്ളിയിൽ അവരുടെ മക്കൾക്ക് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, മുസ്ലിങ്ങള് ഖുറാനും പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദുക്കള് അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പഠിക്കാൻ ആൾക്കാർ വരില്ല. എന്നിട്ട് അമ്പലത്തിൽ ഹിന്ദുക്കൾ പഠിപ്പിക്കുന്നില്ല എന്ന് കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവും. എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. മക്കളെ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ, അവർക്ക് നല്ല ശരീരം കൊടുക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ, നല്ല മനസ്സും കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നത് ഒന്ന് മലയാളത്തിലാക്കിയതേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.